ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ഹെയറിൽ റീസെൻ്റ് ആയിട്ട് പെർമനൻറ്റ് സ്പാ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇപ്പം കിടക്കുന്നത്. സോ ഇതിൽ ഞാൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ആ പിങ്ക് കളർ കണ്ട അതെന്ന് പറയുന്നത് ക്രൗൺ ഏരിയയിൽ ഹെയർ പൊക്കി വയ്ക്കുന്നതാണ്. അത് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഹീറ്റ്ലെസ് ആയിട്ടുള്ള ഹെയർ കളർ ഞാൻ വയ്ക്കാൻ വേണ്ടി പോകണം. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇന്ന് നൈക്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് കുറച്ച് വയ്ക്കാൻ കുറച്ച് പാടുപെട്ടു. ആൻഡ് ഇത് കുറച്ച് ഹെയർ കളർ, അതായത് ആകെ ഇതിൽ 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 6 എണ്ണം ഞാൻ മാക്സിമം ചുരുട്ടി വയ്ക്കാൻ വേണ്ടി നോക്കി. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അതിൽ എത്ര വർക്ക് എന്നുള്ളതാണ്. ഓൾറെഡി സ്ട്രെയിറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്. സോ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്, സ്ട്രെയിറ്റിനെക്കാളും ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്. അങ്ങനെ ഞാൻ സെക്ഷൻ എടുത്ത് അത്യാവശ്യം ഒരുപാട് വച്ചാൽ ഇളവി പോകണോണ്ട് ഇത്രയാണ് വച്ചത്. ബാക്കി ഹെയർ ഞാൻ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇത് കണക്കൊരു സാറ്റിൻ ക്യാപ്പും ഉണ്ടായിരുന്നു. അതും വെച്ച് അങ്ങ് മൂടി വെച്ചതിന് ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഞാനൊരു 8 മണിക്കൂർ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 10 മണിക്കൂർ ഉറങ്ങി. ഉറക്കം എണീറ്റ് പല്ലും തേച്ച് മുഖം കഴുകി ലിബാം ഇട്ടുകൊണ്ട് ഇങ്ങ് വന്നു. സോ ഗൈസ്, തലമുടി അതേ കണക്ക് തന്നെ ഇരുന്ന്. സീരിയസ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടാണ് കിടന്നത്. കാരണം നല്ല വോളിയത്തിൽ കിടന്ന്, സത്യം പറയല്ല ഗൈസ്, ഈ ഒരു സംഭവം എനിക്ക് 1 ഡേ ഫുള്ള് കിടന്ന്. ഞാനിത് വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് ഡൈസൺ ഇട്ട് പിടിക്കാനോ ബ്ലോ ഡ്രൈ ചെയ്യാനോ ഒന്നും നിന്നില്ല. ജസ്റ്റ് ഒരു കോമ്പ് കൊണ്ട് കോതി മാത്രം ഇട്ടതേ ഉള്ളൂ. സീരിയസ്ലി എന്നെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ഈ റിസൾട്ട്. കാരണം ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇളകി പോകണ്ട. പക്ഷേ ഈ ക്ലിപ്പ് കൂടെ ഇതിൻ്റെ കൂടെ വരണമുണ്ട്. ഇത് കുറച്ചുകൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടി കേട്ടോ ഗൈസ്. ഇതേ കണക്ക് മുടി നല്ല വോളി എത്തിക്കിടന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഞാൻ അടിപൊളിയായിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലായേനെ. അപ്പം ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബാക്കി മുടിയും കൂടെ ചുരുട്ടി. കാരണം 6 എണ്ണം വെച്ച് ഫുള്ള് ചുരുളൂല. അപ്പോൾ ഒരു 12 എണ്ണം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിടക്കും. കണ്ട നല്ല വോളി ഇത്തിരി ഒരു ലെയർ കട്ടൊക്കെ ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വിടൂല, അങ്ങനത്തെ ഒരു എഫക്റ്റ് കിടന്ന്. എനിക്ക് മുടി ഇങ്ങനെ വോളിയത്തിൽ കുറച്ചിങ്ങനെ പഫായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ കരുതൽ ഗൈസ് ഭയങ്കര വർക്കായി. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങളിപ്പം നല്ല ചുരുണ്ട മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്താലും അടിപൊളിയായിട്ട് കിട്ടും. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സീരിയസ്ലി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്നാണ്. ചെക്ക് ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പറയാം, ഇതിപ്പം ഞാൻ ഇന്ന് ചെയ്തിട്ട് ഈ പിറ്റേ ദിവസം വരെ കുളിക്കുന്ന വരെ എൻ്റെ ഹെയർ ഇതേപോലെ കിടന്നു. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്.